എപ്പിഫനി, തീക്ഷ്ണമായ, തീവ്രമായ, വളരെ പെട്ടെന്നുള്ള, ശ്രദ്ധേയമായൊരു വെളിപ്പെടുത്തൽ. ദ സഡൻ ആൻഡ് ഇൻറ്റൻസ് മാനിഫെസ്റ്റേഷൻ. മാനവകുലത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് ദൈവപുത്രനായ യേശുവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ. ഈ ഞായറാഴ്ച തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മൾ പൗരസ്ത്യ ദേശത്തു നിന്നുള്ള ജ്ഞാനികൾ വാനനിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ അസാധാരണമായ ഒരു നക്ഷത്രത്തെ പിൻചെന്ന് അസാധാരണരിൽ അസാധാരണനായവനെ മാനുഷികമായ സാധാരണത്വത്തിൽ കണ്ടെത്തി. ജ്ഞാനികൾ തേടി വന്നത് യഹൂദരുടെ രാജാവിനെയാണ്. എന്നാൽ അല്പനേരത്തേക്കെങ്കിലും തങ്ങളുടെ ലോജിക്കിന് മുൻപിൽ നക്ഷത്രത്തിൻ്റെ സഞ്ചാരപഥത്തെ പരിഗണിക്കാതെ ഏറ്റവും സമ്പന്നർ വസിക്കുന്നിടത്ത്, അതായത് ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ അവർ ഈ രാജാവിനായി അന്വേഷിച്ചു. എൻ്റെ ലോജിക്ക്, എൻ്റെ വീക്ഷണം, എൻ്റെ നിലപാടുകൾ ഇവ എപ്പോഴും എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കണമെന്നില്ല. എന്നാൽ വഴിതിരിഞ്ഞ് പോയിടത്തു നിന്ന് തിരിച്ചു വരുവാനുള്ള നക്ഷത്രം, അതായത് ഒരു ദൈവീക ക്ഷണം എപ്പോഴും നമ്മുടെ മുൻപിൽ തെളിഞ്ഞു നിൽപ്പുണ്ട്. ഇൻ സെർച്ച് ഓഫ് ജീസസ് വി ഓൾവേസ് ഹാവ് എ സെക്കൻഡ് ചാൻസ്. യേശുവിനെ തേടുന്നവർക്ക് മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ അടുത്തൊരവസരം എപ്പോഴും ഉണ്ട്. യേശു തമ്പുരാൻ നാം ചിന്തിക്കുന്നതിനേക്കാളൊക്കെ അധികം ഫ്ലെക്സിബിളാണ്. സമ്പത്തിൽ, സമൃദ്ധിയിൽ, ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഏറ്റവും വലിയ വിജയത്തിൽ ഒന്നും ആവണമെന്നില്ല നാം നമ്മുടെ ദൈവത്തെ കണ്ടുമുട്ടുന്നത്. ലോകത്തിൻ്റെ മുൻപിൽ പരാജയമായ ഒരു കാലിഗുഹയിൽ മരം കോച്ചുന്ന തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കീറ്റത്തുണി കൊണ്ട് പൊതിഞ്ഞ് ബലഹീനരിൽ ബലഹീനനായി നീ കാണുന്നവൻ തന്നെയാണ് രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥൻ, അതിശക്തനും ബലവാനുമായ ദൈവം. ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് എന്നേക്കാൾ എളിയ അവസ്ഥയിലാണ്. ഈ ദൈവം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. കാരണം ഈ ദൈവം ഇങ്ങനെയാണ്. മാനവകുലത്തിലെ ഓരോ വ്യക്തിക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ തങ്ങളെ തന്നെ യേശുവിനോട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അവിടുത്തെ അനന്യത. ഒരു പാവപ്പെട്ടവൻ, നാടോടി, സ്വന്തമായൊരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവൻ യേശുവിനെ സമീപിക്കുമ്പോൾ തനിക്കും യേശുവിനുമിടയിൽ എന്തെങ്കിലും ഒരു തടസ്സം, ഒരു ബാരിയർ അവന് കണ്ടെത്താൻ സാധിക്കില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഒരു ഇടത്തരം സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ള ഒരു വ്യക്തി ഒരു സമ്പന്ന ഭവനത്തിൽ ചെന്ന് കയറുമ്പോഴുള്ള ഒരു പരിഭ്രമമോ ജാള്യതയോ ഒരു അന്തരമോ യേശുവിനെ സമീപിക്കുന്നവനില്ല. കാരണം എന്നെ ഇപ്പോൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിയെക്കാളും ദരിദ്രനായിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ ദാരിദ്ര്യം സാമ്പത്തിക തലത്തിൽ മാത്രമല്ല, എല്ലാ വിധത്തിലും അവിടുന്ന് ദരിദ്രനായി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടി അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. 2 കൊറിന്തോസ് 8-ാം അധ്യായം 9-ാം വാക്യം. ഈ എപ്പിഫനി നമ്മോട് വിളിച്ചോതുന്ന ദൂത്, ഇന്ന് ഈ നിമിഷം നിനക്ക് യേശുവിനെ കണ്ടുമുട്ടാം. നീ എത്രമാത്രം തകർന്നവനാണെങ്കിലും, പാപവും തഴക്കദോഷങ്ങളും നിറഞ്ഞവനാണെങ്കിലും, യേശുവിനെ പിൻചെല്ലാൻ ശ്രമിച്ച് എപ്പോഴോ സ്വന്തം ബലഹീനതയിൽ തട്ടി വീണവനാണെങ്കിലും, വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സ്വന്തം മനോധൈര്യത്താൽ പരിശ്രമിച്ചിട്ടും കൂടുതൽ ആഴത്തിലേക്ക് സ്നേഹിച്ചവരാൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവനാണെങ്കിലും, ഇതിനൊക്കെ പുറമെ ഒരിക്കൽ പോലും യേശുവിനെ സീരിയസ് ആയിട്ട് എടുക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും, ഒരു നിമിഷം, ഈ ഒരൊറ്റ നിമിഷം ഒന്ന് പറയാമോ? സ്നേഹിക്കാനാവാതെ മരവിച്ചു പോയ നിൻ്റെ ഹൃദയത്തിൻ്റെ നെരിപ്പോടിനുള്ളിൽ ചാരം മറഞ്ഞു കിടക്കുന്ന കനലിൻ്റെ തരിയെടുത്ത് അവന് മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് സർവ്വസ്നേഹത്തോടും കൂടെ ഒന്ന് പറയാമോ? യേശുവെ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്ന്. ജീസസ്, ഐ ട്രസ്റ്റ് യു എന്ന്. യേശുവെ, എല്ലാറ്റിനും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെ നാം പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മുടെ തലവര മാറും. മങ്ങിയ തിരിയെന്നും ചതഞ്ഞ ഞാങ്ങണയെന്നും വിളിച്ചവരുടെ കൺമുൻപിൽ ഉണങ്ങിയ വൈക്കോൽ കളത്തിൽ തീ പിടിച്ച പോലെ നീ കത്തിപ്പടരും. യു വിൽ ബി അൺസ്റ്റോപ്പബിൾ വെൻ യു ആർ വിത്ത് യുവർ ഗോഡ്. ദൈവകൃപ നമ്മൾ സമൃദ്ധമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.